ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഫിസിക്സ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പ്രോബ്ലം ചെയ്തല്ലേ, നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് പേജ് നമ്പർ 13 പ്രോബ്ലം നോക്കാം. അപ്പോൾ പേജ് നമ്പർ 13 നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം എന്താണെന്ന് നോക്കാം. Find the heat developed when a 3 ampere current flows through an electric iron box designed to work under 230 volt. Which equation will help us to solve the problem easily? Solve the problem അല്ലേ. നമുക്ക് എന്താണ് ടൈം തന്നിട്ടില്ല അവർ, അപ്പോൾ നമ്മൾ ടൈം 30 മിനിറ്റ് ആക്കി ഞാൻ എടുക്കുകയാണെന്ന്, എന്നിട്ട് നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ടൈം ഈക്വൽ 30 മിനിറ്റ് നിങ്ങൾ എക്സ്ട്രാ അതിൽ ആഡ് ചെയ്യണം. അതെന്തോ പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്, ടൈം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ എന്താണ് കറണ്ട് അല്ലേ, ഐ ഈക്വൽ ടു എന്താണ്, ഐ ഈക്വൽ ടു 3 ആംപിയർ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്, വി തന്നിട്ടുണ്ട് അല്ലേ, വി ഈക്വൽ ടു 230 വോൾട്ട്. ഇനി എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, ടൈം തന്നിട്ടുണ്ട്. ടൈം നമ്മൾ 30 മിനിറ്റ്. 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അരമണിക്കൂർ അല്ലേ. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് മിനിറ്റിന് നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്ര സെക്കൻഡ് ആയിരിക്കും, 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്, 30 × 60 സെക്കൻഡാണ് അല്ലേ. 30 × 60 സെക്കൻഡ്. നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് നിങ്ങളിത് സോൾവ് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, 30 × 16 എഴുതിയാലും മതി. എന്താ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും സോൾവ് ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഹീറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. വി അറിയാം, ഐ അറിയാം, വി അറിയാം, ടി അറിയാം. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കുക. നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ 3 ഇക്വേഷനാണുള്ളത്. ഒന്ന് H = I² RT, രണ്ടാമത്തെ ഇക്വേഷൻ H = V² × T / R, മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്, H = VIT അല്ലേ. നോക്കാം, നമുക്ക് 3 കാര്യങ്ങൾ അറിയണം. ഏത് ഇക്വേഷനാണ്, വിയും ഐയും ടി ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. നമുക്ക് R തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എന്താ, R നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ചൂസ് ചെയ്യും, H = VIT എന്ന ഇക്വേഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, H = VIT, VIT എഴുതാം. വി എത്രയാണ്, 230 വോൾട്ട് ആണ് വി. 230 വോൾട്ട് ഇൻറ്റു കറണ്ട് എത്രയാണ്, 3 ആംപിയർ അല്ലേ. അപ്പോൾ യൂണിറ്റിന് കുഴപ്പമില്ല, 3 ഇൻറ്റു ടൈം എത്രയാണ്, സെക്കൻഡിലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ 30 × 16 ഇതാണ്, കാരണം നമ്മൾ സിംപ്ലിഫൈ ചെയ്തില്ല ഇവിടെ. അപ്പോൾ ഇവിടെ അതേപോലെ 30 × 16 എഴുതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഹീറ്റിൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയേ, ഇതെങ്ങനെ വരും, 230 × 3 × 30 × 60. ഇതൊന്നും ഞാൻ മനസ്സിലായില്ലേ. വി എന്ന് പറയുന്നത് 230 ആണ്, കറണ്ട് ഐ എന്ന് പറയുന്നത് 3 ആംപിയർ ആണ്. ടി നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റു ചെയ്തില്ല, 30 × 16 ആണ് ഇത്. അതുകൊണ്ട് അവർ തന്നെ 30 × 60 എന്ന് പറയുന്നതാണ് ടൈം. നമ്മളിത് ഇൻറ്റു ചെയ്യണം. നിങ്ങൾക്കൂടെ ഇൻറ്റു ചെയ്ത് ഫൈനൽ ആൻസർ എത്രയാണ്, 1800 അല്ലേ. 1800 എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമുള്ളത്, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 230 × 3 അല്ലേ, 230 × 3 നമ്മൾ 23 × 3 9, 3 × 6 69 അല്ലേ. 69 × 3, 69 × 3 എന്ന് പറയുമ്പോൾ ഒരു 7 റിമൈൻഡർ 2, 18 19 20 ഇൻറ്റു 6 ഉണ്ട് അല്ലേ, 6 42 2 റിമൈൻഡർ 4 4 12 42 അല്ലേ, 42. ഇനി എത്ര സീറോസ് ഇടാണ്ട്, 1 2 3 സീറോസ് ഇടാണ്ട് അല്ലേ, 1 2 3. ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, ജൂൾ. അപ്പോൾ എന്താണ് എൻ്റെ ആൻസർ, ഇതാണ് എൻ്റെ ആൻസർ. മനസ്സിലായല്ലോ, ഇൻഡ്യയുടെ മനസ്സിലായല്ലോ. ഇവിടെ നോക്കുക, ഇത്രയും വലിയ ആൻസർ ആണല്ലേ. ഇത്രയും വലിയ ആൻസർ നമ്മൾ കൺവേർഷൻ ഉണ്ട്, നമുക്കത് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 1000 ജൂൾ എന്ന് പറയുന്നതാണ് 1 കിലോ ജൂൾ. അപ്പം നമ്മൾ 1000 ഗ്രാം ഈക്വൽ ടു 1 കിലോഗ്രാം എന്നൊക്കെ പഠിക്കില്ലേ, അതേപോലെ തന്നെയാണ് 1000 ജൂൾ ഈസ് ഈക്വൽ ടു 1 കിലോ ജൂൾ. 1000 ജൂൾ എന്ന് പറയുന്നതാണ് 1 കിലോ ജൂൾ. അപ്പോൾ നമുക്ക് നോക്കിയത് വലിയൊരു എമൗണ്ട് ഉണ്ട് അല്ലേ. നമുക്കിതിന് എന്താണ്, കിലോ ജൂളിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മളിത് കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1000 ജൂൾ എന്ന് പറയുന്നതാണ് 1 കിലോ ജൂൾ. ഓക്കെ, അപ്പോൾ എത്ര 1000 ഉണ്ട്, ഈ 3 0 എന്ന് പറയുന്നത് 1000 അല്ലേ. 1000-ൽ 3 0 ആണല്ലോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ 3 0 മാറ്റിയിട്ട് നമുക്ക് അതിനെ പോലെ എന്ത് ചെയ്യാം, 1242 കിലോ ജൂൾ എന്ന് എഴുതാം. മനസ്സിലായോ, കാരണം എന്താണ്, 1000 ജൂൾ എന്ന് പറയുന്നതാണ് 1 കിലോ ജൂൾ. 1000 3 0 ആണല്ലോ അല്ലേ.
അപ്പോൾ നമ്മൾ ഈ 3 പൂജ്യം മാറ്റിയിട്ട് അവന് പകരം എന്ത് എഴുതി കിലോ ജൂൾ എഴുതി. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ആൻസർ കുറച്ച് ഷോർട്ടാക്കി നമുക്ക് തന്നെ പറയാം 1242 കിലോ ജൂൾ എന്നുകൂടി നമുക്ക് ആൻസർ പറയാം. ഞങ്ങൾക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കലോറി കാൽക്കുലേറ്റ് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായത് വിട്ടുപോയി. എങ്ങനെയാണ് കലോറി കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾക്ക് എത്രയാണ് ജൂൾ തന്നിട്ട് ആ ജൂൾ ഡിവൈഡഡ് ബൈ എന്താണ് 4.2. ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തായിരുന്നു ഞാൻ വിട്ടു ഇതാണ് എന്താണ് 4.2 ജൂളാണ് ഒരു കലോറി. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു 2400 ജൂള് ഈക്വൽ ടു ഡാഷ് കലോറി എന്നായിരുന്നു ചോദ്യം അല്ലേ. 2400 ജൂള് എത്ര കലോറി? ഈ ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ടിട്ടല്ല കേട്ടോ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ എത്ര കിട്ടി നമുക്ക് 1242 കിലോ ജൂളാണ് അതിൻ്റെ ഹീറ്റ് ജനറേറ്റ് ചെയ്തത്. മനസ്സിലായല്ലേ? ഞാൻ കഴിഞ്ഞ പേജ് നമ്പർ 12 ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ക്വസ്റ്റ്യനിലെ അടിയിൽ എന്താണ് ഒരു കലോറി കാൽക്കുലേറ്റ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ്. അതുപോലെ ഇപ്പോൾ കലോറിയിൽ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത് 4.2 ജൂളാണ് ഒരു കലോറി. കലോറിക്ക് ഫേസ് ചെയ്യാനുള്ളൂ. 4.2 ജൂളാണ് ഒരു കലോറി. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2400 ജൂളായിരുന്നു. ഈ ജൂള് എത്ര കലോറി ആയിരുന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ പേജ് നമ്പർ 12 ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ 0.2 കറണ്ട് ഫ്ലോസ് ത്രൂ എ 200 ohm റെസിസ്റ്റർ ഫോർ 5 minutes. ആ ക്വസ്റ്റ്യനില്ലേ, ആ ക്വസ്റ്റ്യൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, വിട്ടുപോയി പറയാണ്. എന്താണ് ജൂളിനെ നമുക്ക് കലോറിയിലേക്ക് മാറ്റണം. എത്രയാണ് 4 ജൂളാണ് ഒരു കലോറി അല്ലേ. അപ്പൊ 2400 ജൂൾ എത്ര കലോറിയാണെന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്താൽ മതി 2400 ജൂൾ എത്ര കലോറിയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കലോറി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക 2400 ഡിവൈഡഡ് ബൈ 4.2. അങ്ങനെയാണ് ജൂൾ ടു കലോറി കൺവേർഷൻ നടക്കുന്നത്. എന്താണ് എത്ര ജൂളിനെയാണോ കലോറിയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ജൂൾ ഡിവൈഡഡ് ബൈ 4.2. കാരണം എന്താണ് 4.2 ജൂൾ 571.42 കലോറി. എങ്ങനെയാണ് നമ്മൾ ജൂളിനെ കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഏത് ജൂളാണ് കണ്ടുപിടിക്കാനുള്ളത്, ഏത് ജൂളിനെയാണ് നമുക്ക് കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്, അത് ഡിവൈഡഡ് ബൈ ആ ജൂൾ ഡിവൈഡഡ് ബൈ 4.2. കാരണം എന്താണ് 4.2 ജൂളാണ് 1 കലോറി. അപ്പോൾ ഇതിൻ്റെ 2400 ജൂൾ ഈസ് ഈക്വൽ ടു എത്ര കലോറിയാണ് 571.42 കലോറി. ഡെസിമൽ പ്ലേസ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ 2 പ്ലേസ് ചെയ്യുമ്പോൾ നിർത്താം. അതാണ് 571.42 കലോറിയാണ്. എന്താണ് 2400 ജൂൾ എന്ന് പറയുന്നത് 571.42 കലോറിയാണ്. അത് കൺവേർഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയായിരുന്നു. എക്സാമിന് ഞാൻ കലോറിയിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഡിവൈഡഡ് ബൈ 4.2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കലോറിയിലുള്ള ഉത്തരം കിട്ടും. നമ്മൾ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. എന്താണ് ഡീറ്റെയിൽസ് ഓഫ് 2 ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് ദേ ആർ മെയ്ഡ് ടു വർക്ക് ഫോർ 5 minutes. എന്താണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടൈം തന്നിട്ടുണ്ട്. അതിൻ്റെ ഹീറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 2 ഹീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ആദ്യം 2 ഹീറ്ററും എന്തോരം ഹീറ്റ് ഡെവലപ്പ് ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ ഹീറ്റർ 1 ഹീറ്റർ 2 ഞാൻ ചെയ്യാം അല്ലേ. നോക്കാം ഹീറ്റർ 1ന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. വോൾട്ടേജ് V എന്ന് പറയുന്നത് ഹീറ്റർ 1, ഹീറ്റർ 2 അല്ലേ. അപ്പോൾ വോൾട്ടേജ് എത്രയാണ് 230 വോൾട്ട് തന്നെയാണ് വോൾട്ടേജ്. റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് പ്രതിരോധം എന്ന് പറയുന്നത് 1150 ഓം. ടൈം എന്ന് പറയുന്നതാണ് 5 minutes അല്ലേ. ഇവിടെ എന്താണ് ഉള്ളത് വോൾട്ടേജ് സെയിം ആണ്. അതിൻ്റെ വോൾട്ടേജ് നമുക്ക് 230 വോൾട്ട് ആണ്. 230 വോൾട്ട്. റെസിസ്റ്റൻസ് ഈ ഹീറ്റിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 460 ഓം. ഈ ടൈം എന്താണ് ടൈം സെയിം തന്നെയാണ് 5 minutes തന്നെയാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ഹീറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. 2ന്റെ ഹീറ്റ്. നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്തൊക്കെ അറിയാം വിയും ആറും ടി ആണ് അറിയുന്നത് അല്ലേ. വിയും ആറും ടി ആണ് നമ്മുടെ കയ്യിലുള്ള. നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം 3 ഇക്വേഷൻ പഠിച്ചു. H is equal to I2 RT പഠിച്ചു. H is equal to എന്താണ് പഠിച്ചത് V2 × T ഡിവൈഡഡ് ബൈ R പഠിച്ചു.
H is equal to VIT. ഇതാണ് കുറച്ച് 3 ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്താണ് വിയും ആറും ടിയും. വിയും ആറും ടിയും വെച്ച് വരുന്ന ഇക്വേഷൻ ഏതാണ്? സെക്കൻഡ് ഇക്വേഷൻ അല്ലേ. നമുക്ക് കറണ്ട് നേരിട്ട് തരാത്തതുകൊണ്ട് നമ്മൾ ഈ 2 ഇക്വേഷൻ യൂസ് ചെയ്യില്ല. സെക്കൻഡ് ഇക്വേഷൻ ചൂസ് ചെയ്തു. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എല്ലാത്തിനും നോക്കുക. ടൈം മിനിറ്റിലാണ് തന്നത് അല്ലേ. ടൈം മിനിറ്റിൽ തന്നതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിനിറ്റിനെ സെക്കൻഡാക്കി മാറ്റാം. അപ്പോൾ ടൈം എങ്ങനെ വരും? ടൈം ഈസ് ഈക്വൽ ടു 5 × 60 സെക്കൻഡ്. മിനിറ്റിനെ സെക്കൻഡാക്കി കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 60 ചെയ്താൽ മതി. അപ്പോൾ 5 × 60 സെക്കൻഡ് എന്ന് കിട്ടും. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല, അങ്ങനെ വെക്കാം. നമുക്ക് എന്തായാലും സിംപ്ലിഫൈ അവസാനം ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്താലും മതി. സിംപ്ലിഫൈ ചെയ്ത് വെക്കണമെന്ന് ജസ്റ്റ് എന്താണ് 300 സെക്കൻഡ്സ് വരും അല്ലേ. 5 × 6 30, 300 സെക്കൻഡ്സ് ആണ്. ഇനി എന്താണ് നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ചെയ്താൽ H is equal to V square × T divided by R. V square × T divided by R. നോക്കുക, V square എന്ന് പറയുന്നത് എന്താണ്? 230 സ്ക്വയർ അല്ലേ. 230 സ്ക്വയർ ഇൻറ്റു T എന്താണ്? 300 ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് എന്താണ്? 1150. ഇങ്ങനെ കിട്ടിയില്ല നമുക്ക്. 230 സ്ക്വയർ ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 1150. ഈ 230 സ്ക്വയർ അല്ലേ. അപ്പോൾ 230 സ്ക്വയറിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? 230 × 230 എന്ന് പറയുന്നതാണ് 230 സ്ക്വയർ. അപ്പോൾ നമുക്ക് ആ സ്ക്വയർ മാറ്റിയിട്ട് 230 × 230 എന്ന് എഴുതാം. ഇവിടെ ആ സ്ക്വയർ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ പോകണം? 230 × 230 എന്ന് എഴുതാൻ പോകണം. 230 × 230 × 300 divided by 1150. എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം അല്ലേ. ക്യാൻസൽ ചെയ്യാം. എന്താണ് 23 × 5 ആണ് 150 എന്ന് പറയുന്നത്. നോക്കാം 23 × 5 എത്രയാണ് നോക്കാം. 15 5 റിമൈൻഡർ ആണല്ലോ ഉണ്ടാക്കും. 23 × 5 ആണ് 115. പിന്നെ 0 ഉണ്ട് അല്ലേ. അപ്പോൾ 0 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തതിനെ ഈ രണ്ടും 230 ഡിവൈഡ് ബൈ 1150 എന്ന് പറയുമ്പോൾ എന്ത് വരും? 230 × 5 ആണ് 1150. അവിടെ കട്ട് ചെയ്ത് 5 എന്ന് എഴുതി. നമുക്ക് എന്താ ഈ 5നെ കട്ട് ചെയ്യാം. 5 300 നോക്കുക. 5 × എത്രയാണ്? 300. 5 6 60 അല്ലേ. 60 × 5 അല്ലേ 300 നോക്കി. 0 30. അപ്പോൾ 5 × 60 ആണ് 300. അപ്പോൾ ഈ 5ഉം 300 വെട്ടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ 60 ചെയ്താം. 5 × 60 ആണ് 300. ബാക്കി ആരൊക്കെ ഉള്ളത്? 230 60. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 230 × 60 കണ്ടുപിടിക്കാം. 230 × 60 എന്ന് പറയുമ്പോൾ എന്ത് വരും? 230 × 60 എന്ന് പറയുമ്പോൾ 23 × 6 18 8 റിമൈൻഡർ 1 12 13 138 അല്ലേ. H എന്ന് പറയുന്നത് ഈക്വൽ ടു 138. എത്ര സീറോ ഇടാണ്ട്? 1 2 0. എന്താണ്? 13,800 ജൂളാണ് ഈ ഹീറ്ററിൽ ഡെവലപ്പ് ചെയ്ത ഹീറ്റ്. 13,800 ആണ് ഈ ഹീറ്ററിൽ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഹീറ്ററിൽ എന്തോരം ഹീറ്റാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. ഇക്വേഷൻ ഇതാണ്. നമുക്ക് എന്തൊക്കെ അറിയാവുന്നത്? വിയും ആറും ടി ആണ് അറിയാവുന്നത്. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ വിയും ആറും ടി അറിയാവുന്നതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? H is equal to നമ്മളിവിടെ ടൈമിനെ സെക്കൻഡിലേക്കും കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ അവിടെ കൺവേർട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് എന്ന് പറയുന്നത് 300 സെക്കൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര? ഈക്വൽ ടു 300 സെക്കൻഡ് എഴുതിയല്ലോ. ഇനി എച്ചിൻ്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്ത് H is equal to V square × T divided by R. H is equal to V square × T divided by R. V square എന്ന് പറയുന്നത് 230 × 230. V square ആയതുകൊണ്ട് 230 × 230 എന്ന് എഴുതി. ഇൻറ്റു ടൈം എത്രയാണ്? 300 ഡിവൈഡഡ് ബൈ R എത്രയാണ്? 460. 6 വ്യത്യാസമുണ്ട് അല്ലേ. രണ്ടിൻ്റെ 6 വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്ത് നോക്കാം. എന്താണ്? 23 × 2 ആണ് 46 അല്ലേ. 23 × 2 അല്ലേ 46. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ 230 × 2 ആണ് 460. ഇവിടെ എന്താണ്? 2 വന്നു അല്ലേ. ഈ 2ഉം 300 പറ്റി നോക്കിയേ. 300 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 1. 300 divided by 2 then 1 2 10 5 0 ഉണ്ടല്ലേ 0.
150. 200 300 2 എന്ന് പറയുമ്പോൾ 150 വന്നു. ബാക്കിയത്തെ ആരൊക്കെയുള്ളത്? ബാക്കിയുള്ളത് 230 into 150. 23 into 15 ചെയ്ത് നോക്കാം നമുക്ക്. 23 into 15 എന്ന് പറയുമ്പോൾ 3 5s are 15, 5, remainder 1, 2 5s are 10, 10 plus 1 11, 1 into 3 3, 1 into 2 2, 5 4 3 അല്ലേ? എത്ര സീറോസ് ആഡ് ചെയ്യാനുണ്ട്? 2 സീറോസ് ആഡ് ചെയ്യാനുണ്ട്. ഉത്തരം എന്ന് പറയുന്നത് 3 4 5 0 0. യൂണിറ്റ് എന്താണ്? ജൂൾ. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ നോക്കുക, ഹീറ്റർ 1 ഹീറ്റർ 2 നിങ്ങൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്തെന്ന് ശ്രദ്ധിക്കാം. നോക്കുക, ഹീറ്റർ 1 എന്താണ് എന്ന് പറയുന്നത്? നമുക്ക് തന്നിട്ടുണ്ട് വോൾട്ടേജ് 230 വോൾട്ടാന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് 1150 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. ടൈം 5 മിനിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്ത് ചെയ്താൽ മതി? 5 മിനിറ്റ് ഈക്വൽ ടു 5 into 60 സെക്കൻഡ് 300 സെക്കൻഡ്സ് കിട്ടി. നമുക്ക് എന്താണ് അറിയുന്നത്? വിയും ടിയും ആറാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ 3 ഇക്വേഷനെയും നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്തു. v² into t divided by r. അപ്പോൾ എന്ത് ചെയ്യുക? h is equal to v² into t divided by r എന്ന് എഴുതി. v² എന്ന് പറയുന്നത് എന്താണ്? 230 into 230 സ്ക്വയർ. രണ്ട് പ്രാവശ്യം 230 into 230. ടൈം എന്താണ്? 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് എന്ന് പറയുന്നത് മിനിറ്റ് അല്ല എഴുതേണ്ടത്, സെക്കൻഡ് ആണ് എഴുതേണ്ടത്. അപ്പോൾ 5 എന്ന് എഴുതി വെക്കരുത് നിങ്ങൾ. എന്താണ്? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉത്തരം വേണം എഴുതാൻ. അപ്പം 300. അപ്പം v² എന്ന് പറയുമ്പോൾ 230 into 230. ടൈം എന്ന് പറയുന്നത് 300 സെക്കൻഡ്. ഡിവൈഡ് ബൈ ആർ എത്രയാണ്? 1150. നമ്മൾ വെട്ടിക്കളയാൻ പോവാണ്. വെട്ടിക്കളയാൻ പോകുമ്പോൾ എന്ത് വരും? 230 into 5 ആണ് 1150 എന്ന് പറയുന്നത്. ഇവിടെ 5 ആയി. ഈ 5ഉം 300ഉം എത്ര പ്രാവശ്യം പോകും? 5ൽ 360 ടൈംസ് ആണ്. അപ്പം 60 5 into 60 ആണ് 300. അപ്പോൾ 5ഉം 300ഉം വെട്ടി 60 വന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 230 into 60. 230 into 60 നമുക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടി? 13,800 ജൂൾ കിട്ടി. രണ്ടാമത്തെ ഹീറ്റിലും സെയിം മെത്തേഡ് തന്നെ അല്ലേ? വോൾട്ടേജ് 230 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് 460 ഓം ആണ്. റെസിസ്റ്റൻസ് ആണ് ഇവിടെ വ്യത്യാസം അല്ലേ? ഇവിടെ റെസിസ്റ്റൻസ് എത്രയാണ്? ഹൈ റെസിസ്റ്റൻസ് ആണ്, ഇവിടെ ലോ റെസിസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത്. ടൈം ടി എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. 300 സെക്കൻഡിലാക്കി കൺവേർട്ട് ചെയ്തു. അതിന്റെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ കണ്ടുപിടിച്ചു. h is equal to v² into t divided by r. ഇക്വേഷൻ വെച്ചിട്ട് എന്താണ്? 230 into 230 into 300 divided by 460. 230 into 2 ആണ് 460. അപ്പോൾ 230 460 2ൽ പോയി. ഈ 2ഉം 300 150 ടൈംസ് ആണ്. 2 into 300 2ലുള്ളത്. അപ്പോൾ അവസാനം എന്ത് വരും? 230 into 150 230 into 150 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത് എന്താണ്? 34,500 ജൂൾ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമ്മൾ എന്താണ്? റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് ഹീറ്റ് കൂടുന്നത് പഠിച്ചു അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്, പക്ഷെ ഇവിടെ ജനറേറ്റ് ചെയ്ത ഹീറ്റ് 13,800 ആണ്. ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ്, പക്ഷെ ഇവിടെ ജനറേറ്റ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. എന്താണ്? 34,500 ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ സംശയം തോന്നിക്കാണും അല്ലേ? ആ സംശയത്തിന് ഒരു കാരണമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ്? അപ്പം നമ്മൾ ഈ ഹീറ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോണേ? ഇതിലെ കറണ്ട് കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംശയത്തിന് ഉത്തരം കിട്ടും. അപ്പം നമ്മൾ ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഇത്രയും എഴുതിയായിരിക്കണം. ഞാൻ ജസ്റ്റ് മാർക്കാണ്. ഹീറ്റർ 1ൽ തന്നെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1150 ഓം അല്ലേ? 2ൽ വോൾട്ടേജ് സെയിം തന്നെയാണ്, 230 ഓം വോൾട്ടേജ് തന്നെയായിരുന്നു. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 460 ഓം ആയിരുന്നു. സെക്കൻഡ് ഹീറ്ററിൽ നമ്മളെന്താണ് ഇപ്പോൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിച്ചു അല്ലേ? ഇവിടെ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് 13,800 ജൂളാണ്. ഇവിടെ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 38,500 സംതിങ് അല്ലേ? 38,000 നോക്കട്ടെ. 34,500. അപ്പോൾ ഹീറ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. നമുക്ക് എന്താണ് നമ്മുടെ സംശയം? റെസിസ്റ്റൻസ് കൂടുതലുള്ളടത്ത് ഹീറ്റ് കുറവും, റെസിസ്റ്റൻസ് കുറവുള്ളടത്ത് ഹീറ്റ് കൂടുതലും വന്നു. അതല്ല നിങ്ങളുടെ സംശയം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സംശയം മാറാനായിട്ട് നമ്മൾ ഈ സർക്യൂട്ടിലുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കും. ഓംസിൽ പറയും അല്ലേ?
അക്കോർഡിംഗ് ടു ഓംസ് ലോ, ഓംസ് നിയമം വിളിച്ചിട്ടില്ല, ഓംസ് ലോ പ്രകാരം ഐ ഈക്വൽ ടു എന്താണ്, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ് അല്ലേ. ഐ ഈക്വൽ ടു വി ബൈ ആർ. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അതാണ് ഓംസ് ലോ അനുസരിച്ച് ഐ. ഞാൻ ഇക്വേഷൻ വെച്ചിട്ട് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എന്താണ്, ഐ ഇസ് ഈക്വൽ ടു വി എന്താണ് 230 വോൾട്ട് ഡിവൈഡഡ് ബൈ 1150 റെസിസ്റ്റൻസ് അല്ലേ. ക്യാൻസൽ ചെയ്ത് പോയി, 5 ടൈംസ് ആണ്. അപ്പോൾ 1/5 എന്ന് വരും. നമ്മൾ തന്നെ ഡെസിമൽ ഡിവൈഡ് ചെയ്തു. 1/5 എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.2 അല്ലോ. ഇവിടെ ജനറേറ്റഡ് ഹീറ്റ് എത്രയാണ്, 0.2 ആംപിയർ ആണ് ഈ സർക്യൂട്ടിലുള്ള ഹീറ്റ്. 0.2 ആംപിയർ ആണ് ഈ സർക്യൂട്ടിൽ ഈ ഹീറ്ററിലുള്ള കറണ്ട്. ഈ ഹീറ്ററിലുള്ള കറണ്ട് 0.2 ആംപിയർ ആണ്. ഇനിയും നമ്മൾ അടുത്ത ഹീറ്ററിലേക്ക് പോകണം. ആ ഹീറ്ററിലെ കറണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓംസ് ലോ തന്നെ ഉപയോഗിച്ച് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, വി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, 230 വോൾട്ട്. 230 വോൾട്ട് ഡിവൈഡഡ് ബൈ എന്താണ്, ആർ എന്ന് പറയുന്നത് 460. യൂണിറ്റ് ഇതിനും കുഴപ്പമില്ല. 230 വോൾട്ട് ഡിവൈഡ് ബൈ 460. ഇവിടെ എന്തെങ്കിലും നോക്കാം, 0 ക്യാൻസൽ ആയി പോയി. 23 × 2 ആണ് 46 അല്ലേ. ഇവിടെ 2 വന്നു, 1/2 എന്ന് വന്നു. നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, 0.5 ആംപിയർ കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്കാം, കറണ്ട് ഈ സർക്യൂട്ടിലാണ് കൂടുതൽ. ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് 0.2 ആംപിയർ ആണ്. ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് 0.5 ആംപിയർ ആണ് അല്ലേ. അപ്പോൾ ഈ സർക്യൂട്ടിലാണ് കറണ്ട് കൂടുതൽ. കറണ്ട് കൂടുതൽ ഈ ഹീറ്ററിലാണല്ലോ. നോക്കാം, കറണ്ട് കൂടുതൽ ഈ ഹീറ്ററിൽ 0.5 ആംപിയർ ആണ് കറണ്ട്. ഈ ഹീറ്ററിൽ 0.2 ആംപിയർ ആണ് കറണ്ട്. അപ്പോൾ നിങ്ങൾ ജൂൾസ് ലോ അനുസരിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ്, എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ അല്ലേ. അത് നോക്കാം. അപ്പം കറണ്ട് കൂടിയപ്പോൾ എന്താണ്, ഹീറ്റ് കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ 0.2 ആംപിയർ ഉള്ളൂ. അതാണ് റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് കൂടാൻ കാരണം എന്താണ്, ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഹീറ്റ് കുറവാണ്. കാരണം എന്താണ്, ഇവിടെ കറണ്ട് 0.2 ആംപിയറേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ റെസിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിലും കറണ്ട് എത്രയുണ്ട്, 0.5 ആംപിയർ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഹീറ്റ് കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഹീറ്റ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണല്ലേ, കറണ്ടിന്റെ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിലും ഹീറ്റ് കുറയാൻ കാരണം ഇവിടെ കറണ്ടിന്റെ എമൗണ്ട് കുറവാണ്. ഇവിടെ റെസിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് കൂടാൻ കാരണം എന്താണ്, ഇവിടെ കറണ്ടിന്റെ ഇന്റൻസിറ്റി ഹൈ ആണ്. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് കൂടുതലും കുറവായാലും എന്താണ് വ്യത്യാസം, ആ ഹീറ്റ് ഡെവലപ്പ് ചെയ്തതിൽ വന്നത്. അപ്പം കറണ്ട് കൂടുന്തോറും എന്ത് കൂടും, ഹീറ്റ് കൂടും. കാരണം എന്താ, എച്ച് ഈസ് പ്രൊപ്പോർഷൻ ടു ഐ സ്ക്വയർ ആണ്. ഐയുടെ കറണ്ടിന്റെ വർഗത്തിന്റെ പ്രൊപ്പോർഷനിലാണ് എന്ത്, ഹീറ്റ് ഡെവലപ്പ് ചെയ്തത് അല്ലേ. അപ്പം കറണ്ട് എത്രയാണ് കൂടുന്നത്, അത്ര ഇരട്ടിയാണ് എന്ത്, ഹീറ്റ് കൂടുന്നത്. അപ്പോൾ ഇവിടെ 0.2 ആംപിയർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഹീറ്റ് കുറവ് കിട്ടിയത്. ഇപ്പോൾ 0.5 ആംപിയർ ആണ് ഇതിലുള്ള കറണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഹീറ്റ് അതിനേക്കാളും കൂടുതൽ കിട്ടിയത്. എന്താണ്, 13,800 കൂടുതലാണ് 34,500 അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കറണ്ട് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ സെക്കൻഡ് ഹീറ്ററിൽ നമുക്ക് ഹീറ്റ് കൂടുതൽ കിട്ടിയത്. ഇവിടെ ഈ സെക്കൻഡ് ഹീറ്ററിനെ അപേക്ഷിച്ച് ഈ ഫസ്റ്റ് ഹീറ്ററിൽ കറണ്ട് കുറവാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഹീറ്ററിനെ അപേക്ഷിച്ച് ഫസ്റ്റ് ഹീറ്ററിന് ഹീറ്റ് കുറവായത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹീറ്റ് കൂടുതലും കുറഞ്ഞു വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറണ്ട് കൂടുതലുള്ളത് കൊണ്ടാണ് ആ സെക്കൻഡ് ഹീറ്ററിൽ ഹീറ്റ് കൂടുതലായിട്ട് വന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. when I and T are constant, H is proportional to R. എന്താണ്, ഐയും ടിയും ഒരു സർക്യൂട്ടിലെ കറണ്ടും ടൈമും കോൺസ്റ്റന്റ് ആണ്, അത് മാറുന്നില്ല എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് എച്ച് റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആവുള്ളൂ. അപ്പോൾ കറണ്ടും മാറുന്നുണ്ട്, അതിന് സമയവും മാറുന്നുണ്ടെങ്കിൽ എന്താണ്, എച്ച് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആവില്ല. അപ്പം എച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അപ്പോൾ എന്താണ്, അതുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക, ഐയും ടിയും ഒരു സർക്യൂട്ടിൽ കോൺസ്റ്റന്റ് ആണ്, അത് നിശ്ചിതമാണ്, ഫിക്സഡ് ആണ്, അതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല എന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആർ ആവുക. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയത്, ഇപ്പം നമ്മൾ ഹീറ്റിൻ്റെ എക്സാമ്പിൾ ചെയ്തില്ലേ, അതിലെന്താണ്, എച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ് അല്ലേ. എച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. കാരണം എന്താ, റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ ഹീറ്റ് കൂടി.
അതിന് കാരണം എന്താണ്? ഐയും ടിയും കോൺസ്റ്റന്റ് ആവുന്ന കേസിന് മാത്രമാണ് എച്ച് പ്രൊപ്പോർഷണൽ ടു ആർ വന്നത്. നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് താഴെ. ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വൈ ഡസ് ദ ഹീറ്റർ ഹാവിംഗ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ? എന്തുകൊണ്ടാണ്? ലോ റെസിസ്റ്റൻസ് ആയ സർക്യൂട്ടാണ് അല്ലെങ്കിൽ ഹീറ്ററാണ് കൂടുതൽ ഹീറ്റ് ചെയ്യുന്നത് അല്ലേ? കാരണം എന്താണ്? ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് ഹൈ. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് സെക്കൻഡ് ഹീറ്ററിൽ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് കുറവായിട്ടും ഹീറ്റ് കൂടുതൽ വരാൻ കാരണം എന്താണ്? അവിടുത്തെ കറണ്ടിന്റെ ഇന്റൻസിറ്റി ഹൈ ആണ്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് ഹൈ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് ഹൈ ഇൻ ദ സെക്കൻഡ് ഹീറ്റർ. സെക്കൻഡ് ഹീറ്ററിലായിരുന്നു കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് സെക്കൻഡ് ഹീറ്റർ മോർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് റെസിസ്റ്റൻസ് കുറവായിട്ടും മോർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. കാരണം എന്താണ്? കറണ്ടിന്റെ ഇന്റൻസിറ്റി സെക്കൻഡ് ഹീറ്ററിൽ കൂടുതലായിരുന്നു. കാരണം എന്താ? 0.5 ആംപിയർ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹീറ്ററിലുള്ള കറണ്ട് അല്ലേ? ഫസ്റ്റ് ഹീറ്ററിലാണെങ്കിൽ 0.2 ആംപിയർ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ വിച്ച് വേ ഡസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ് ഡെവലപ്പ്? ഇവിടെ എങ്ങനെയാണ് ഹീറ്റും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം? ഹീറ്റും എന്താണ് താപോർജവും പ്രതിരോധവും തമ്മിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? ഹീറ്റ് കൂടി ഇപ്പം എന്ത് പറഞ്ഞു? റെസിസ്റ്റൻസ് കുറവാണ് അല്ലേ? റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്ററിനല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഹീറ്റ് കിട്ടിയത്. അപ്പോൾ അവിടെ തമ്മിലുള്ള ബന്ധമാണ് when heat increases, heat H എന്നാണ് എന്ത്? heat increases, H increases. When heat increases, resistance R എന്ത് ചെയ്തു? decreases. Heat increases, when heat increases, resistance decreases. എന്താണ് അടുത്ത്? ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇൻ ദ ഹീറ്റേഴ്സ് എ ആൻഡ് ബി ആൻഡ് കമ്പയർ ദ ഹീറ്റ് ഡെവലപ്പ്. നമ്മൾ പഠിച്ചു അല്ലേ? എയിലും ബിയിലും കറണ്ട് എത്രയാണ് കിട്ടി? ഫസ്റ്റ് എയിലെ കറണ്ട് 0.2 ആംപിയർ കിട്ടി. സെക്കൻഡ് ഹീറ്ററിലെ കറണ്ട് 0.5 ആംപിയർ കിട്ടി. അതിനുള്ള കാരണം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് എഴുതാം. എന്താണ്? ഹൗ ഡു ദ റെസിസ്റ്റേഴ്സ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? അപ്പോൾ എന്താണ്? റെസിസ്റ്റേഴ്സും കറണ്ടും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചത്. ആറും ഐയും തമ്മിലുള്ള ബന്ധം അല്ലേ? റെസിസ്റ്റൻസ് ആറും ഐയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെയാണ്? റെസിസ്റ്റൻസ് കുറവായപ്പോൾ കറണ്ട് എന്തായിരുന്നു? റെസിസ്റ്റൻസ് കുറവായിരുന്നപ്പോൾ കറണ്ട് കൂടുതലായിരുന്നു അല്ലേ? നമ്മൾ സെക്കൻഡ് ഹീറ്ററിൽ റെസിസ്റ്റൻസ് കുറവായിരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് വന്നത്. റെസിസ്റ്റൻസ് 460 ഓം ആയിരുന്നു. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് എന്ന് പറയുന്നത് 0.5 ആംപിയർ ആയിരുന്നു. ഫസ്റ്റ് ഹീറ്ററിൽ റെസിസ്റ്റൻസ് 1150 ഓം ആയിരുന്നു. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് എന്ന് പറയുന്നത് 0.2 ആയിരുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്തോറും കറണ്ട് കുറയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റിലേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം? റെസിസ്റ്റൻസ് ഇൻക്രീസസ് R. റെസിസ്റ്റൻസ് ഇൻക്രീസസ് I എന്താണ്? ഡിക്രീസസ്. റെസിസ്റ്റൻസ് ഇൻക്രീസസ് എന്താണ്? കറണ്ട് ഡിക്രീസ്. അപ്പോൾ എന്താണ്? R കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷനില്ല. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയണേന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഇപ്പം എന്താണ്? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടാണെങ്കിൽ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്ന് പറയും. H ഈസ് പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ എന്ന് പറയും അല്ലേ? H എന്താണ്? കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടും. അപ്പോൾ ഹീറ്റും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ കറണ്ട് ഇവിടെ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടാണ്. അപ്പോൾ കറണ്ടും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയും. നിങ്ങൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതാം. താങ്ക് യു.